ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. സാറേ, ഞാൻ ഇറങ്ങാം. ഇനിയും അധികം നേരം ഇവിടെ നിന്ന എനിക്ക് കരയേണ്ടി വരും. ഇറങ്ങാം സാറേ. നിന്റെ ക്വാളിറ്റീസ് എന്താണെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ് നിങ്ങളുടെ വിവാഹം ഞാൻ അംഗീകരിച്ചത്. എന്നിട്ട് എല്ലാം നിന്റെ കയ്യിലേക്ക് വരുമെന്നായപ്പോ എന്തിന് എന്റെ മകളും എന്റെ സ്വത്തുക്കളും എന്റെ സ്ഥാനം പോലും ഞാൻ നിനക്ക് തരുമെന്നായപ്പോ നീ എന്തെങ്കിലും പറയാമെന്ന ഞാൻ പറയാൻ സമ്മതിക്കില്ല എന്ന് പോലും വകവയ്ക്കാതെ നീ എന്നോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞു. നീ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു രാജു. നിന്നെ പോലൊരാൾ എന്റെ കൂടെ ഉള്ളതിൽ ഞാൻ എന്നും അഭിമാനിക്കുന്നു. സാറേ, ഇപ്പൊ പറ, ഒരു വാക്ക് നീ പറഞ്ഞാ മതി, എനിക്ക് സമ്മതം. എന്റെ മകളെ നിന്റെ കൈപിടിച്ചേൽപ്പിക്കാൻ എനിക്ക് പൂർണ്ണ സമ്മതം. നിന്റെ ഒരേ ഒരു വാക്ക്, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് നീ പറഞ്ഞ ഞാനത് ഇപ്പൊ നടത്തിത്തരും, ഇവിടെ വെച്ച്. വർമ്മ സാറേ, സാർ എന്താ ഈ പറയുന്നത്? ഞാൻ ഋതിക മേഡത്തെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിഞ്ഞ പലരും പലതവണ എന്നോട് പറഞ്ഞു. എന്റെ അച്ഛനടക്കം എന്നോട് പറഞ്ഞു, ഋതിക മേഡത്തെ വിഷമിപ്പിക്കരുത്, ഈ ജീവിതം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. പക്ഷെ ഞാൻ അതിന് സമ്മതിച്ചില്ല. കാരണം എനിക്ക് ഈ ലോകത്ത് മറ്റെന്തിനേക്കാളും വലുത് എന്റെ വർമ്മ സാറിന് എന്നോടുള്ള വിശ്വാസമാണ്. വർമ്മ സാറിനോടുള്ള നന്ദിയും കടപ്പാടുവാ. അത് നിലനിർത്താന് ഞാൻ ഇത്രയും പാടുപെട്ടത്. ഋതിക മേഡത്തെ അങ്ങനെ കാണാൻ എനിക്കൊരിക്കലും കഴിയില്ല വർമ്മ സാറേ. കേട്ടില്ലേ ചേച്ചി, ഈ നിഷ്കളങ്കമായ മനസ്സിനെയാ ചേച്ചി സംശയിച്ചു. ഈ രാജുവിനെ സംശയിച്ച ചേച്ചി എന്റെ മകളുടെ പരിശുദ്ധിയെ ചോദ്യം ചെയ്തു. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായില്ലേ ചേച്ചി പറഞ്ഞതെല്ലാം തെറ്റായിരുന്നു എന്ന്? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ എന്റെ നല്ല മനസ്സിനെ പറ്റിയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും എല്ലാവരും പുകഴ്ത്തി പറയുന്നത്. ശരിക്കും ഇവൻ ചെയ്തതിന്റെ മുമ്പിൽ അതൊന്നും ഒന്നുമല്ല. രാജു, നിന്റെ മുമ്പിൽ ഞാനിപ്പോ ഒരു സാധാരണ മനുഷ്യനായിട്ട് നിൽക്കുക. സാറേ, നീ എന്നെക്കാളും ഉയർന്ന ദൈവത്തിന്റെ സ്ഥാനത്തും. വർമ്മ സാറേ, വർമ്മ സാറേ, എന്നോടിങ്ങനെ വലിയ വാക്കുകളൊന്നും പറയല്ലേ. ഞാൻ എന്നും വർമ്മ സാറിന്റെ സേവകന്. വർമ്മ സാറിന്റെ മാത്രമല്ല, വർമ്മ സാറിന്റെ കുടുംബത്തിന്റെയും ഋതിക മേഡത്തിന്റെയും സേവകന്.
അവസാനം സത്യം മനസ്സിലാക്കിയല്ലോ. എന്നോട് ക്ഷമിച്ചില്ല. എനിക്കത് മതി, അത് മാത്രം മതി സാർ. സാറേ, ഞാൻ ഇറങ്ങാം. ഇനിയും അധികം നേരെ ഇവിടെ നിന്ന എനിക്ക് കരയേണ്ടി വരും. ഇറങ്ങാം സാറേ. മാഡം, അച്ഛാ, വർമ്മ സാറിന് എല്ലാം മനസ്സിലായി. ഇനി ഋതിക മാഡത്തിന് ഇവിടെ ഒരു ബുദ്ധിമുട്ടുണ്ടാവാതെ സാറ് നോക്കിക്കോളും. അച്ഛൻ വാ. രാധമേ വാ, നമുക്ക് ഇറങ്ങാം. ഇങ്ങനെയെല്ലാം അവസാനിക്കുമെന്ന് രാധമ്മ കരുതിയതല്ല. എന്റെ മകൻ മോളോട് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം. മോൾ അവനോട് ക്ഷമിക്കണം. അവനെ ശപിക്കരുത്. രാധമ്മ